ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതികളായ എ പത്മകുമാറിന്റെയും എൻ വാസുവിന്റെയും സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഇഡി. ഇന്നലെ നടന്ന റെയ്ഡിന് പിന്നാലെയാണ് ഇഡി നടപടിക്കൊരുങ്ങുന്നത്. വിവരങ്ങളുമായി നിതിൻ അംബുജൻ. നിതിൻ, ഈ കവർച്ചാപ്പണം കൊണ്ട് വാങ്ങിയ സ്വത്തുക്കൾ കണ്ടുകെട്ടുക എന്നുള്ളതാണ് അതിൽ ഉടനെ ഉണ്ടാവേണ്ട തുടർ നടപടികൾ. അതിലേക്ക് കടക്കുകയാണോ? പണം വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളിലും അന്വേഷണം ഉണ്ടോ നിതിൻ? ഹാഷ്മി, എന്തായാലും ഒരു സമഗ്രമായ അന്വേഷണത്തിലേക്ക് ഇ ഡി കടന്നിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നലെ അപ്രതീക്ഷിതമായ റെയ്ഡ് സംസ്ഥാനത്തുടനീളം നടന്നത്. 21 ഇടങ്ങളിൽ ഏതാണ്ട് 110 ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു റെയ്ഡ്. ഈ റെയ്ഡിന്റെ തുടർച്ചയായിട്ടാണ് ചില രേഖകൾ ഇന്നലെ ഇ ഡി പിടിച്ചെടുത്തിരുന്നത്. ഈ റെയ്ഡിന്റെ തുടർച്ചയിൽ ഇപ്പോൾ പ്രതികളുടെ ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് എ പത്മകുമാർ, എൻ വാസു അടക്കമുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഇ ഡി ഒരുങ്ങുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സ്വർണ്ണക്കൊള്ള കവർച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികൾ ഈ എ പത്മകുമാറും അതോടൊപ്പം തന്നെ എൻ വാസുവാണ്. പ്രത്യേകിച്ചും ഇവരുടെ രാഷ്ട്രീയ പശ്ചാത്തലമെല്ലാം തന്നെ വലിയ ചർച്ച ചെയ്താണ്. സ്വാഭാവികമായിട്ടും ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികൾ എന്ന നിലയിൽ തന്നെ ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഇപ്പോൾ പോവുകയാണ്. ഇന്നലത്തെ റെയ്ഡിന് പിന്നാലെയാണ് ഇപ്പോൾ ഇ ഡിയുടെ ഈ നടപടി ഒരുങ്ങുന്നത്. രേഖകളുടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം പ്രതികളെ ചോദ്യം ചെയ്യാനും ഒരുങ്ങുന്നുണ്ട്. നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഈ എൻ വാസു ഈ കേസിലെ മൂന്നാം പ്രതിയാണ്. SIT കേസിലെ മൂന്നാം പ്രതിയാണ്. സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട് സ്പോൺസറുടെ കൈവശം ബാക്കി സ്വർണം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും വാസു നടപടിയെടുത്തില്ലെന്നായിരുന്നു ഉയർന്ന ആരോപണം. അത്തരത്തിൽ ഈ കേസിലെ പ്രധാനമായും ഈ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാനപ്പെട്ട പ്രതികളായ ഇവരുടെ എല്ലാം തന്നെ സ്വത്ത് കെട്ടാനുള്ള നീക്കം ഇ ഡി ആരംഭിക്കുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ വിശദമായ ഒരു റെയ്ഡ് നടന്നത്. ഈ റെയ്ഡിൽ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട ചില രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. മണിക്കൂറുകളോളമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികളുടെ വീടുകളിലും ഓഫീസുകളിലും റെയ്ഡ് നടന്നത്. ഈ റെയ്ഡിൽ നിർണായക രേഖകൾ പിടിച്ചെടുത്തു. ആ റെയ്ഡുകൾ പിടിച്ചെടുത്ത രേഖകളൊക്കെ ക്രോഡീകരിച്ച് ഒരു തുടർ നടപടിയിലേക്ക് പോകുന്നു. പ്രധാനമായും സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടിയിലേക്കാണ് ഇ ഡി കടക്കാനൊരുങ്ങുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ആദ്യഘട്ടം എന്ന നിലയിൽ തന്നെ എ പത്മകുമാറിന്റെയും എൻ വാസുവിന്റെയും സ്വത്തിപ്പോൾ ഇ ഡി കണ്ടുകെട്ടാൻ ഒരുങ്ങുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.